ഹായ് ഡിയേഴ്സ്, ഫാമി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് എൻ്റെ സ്റ്റുഡൻസായിട്ട് ട്രിപ്പ് പോയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് KG മുതൽ 6th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്റ്റുഡൻസ് ഒരുമിച്ചാണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്, 2-3 ബസ്സുകളിലായിട്ട്. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ സ്റ്റുഡൻസ് വരുന്നത്. ഞാൻ KGയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല വൈബായി അടിച്ചു പൊളിച്ചാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വേറെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കുട്ടികളൊക്കെ നല്ല അടിച്ച് പൊളി സിനിമ പാട്ടൊക്കെ വെച്ചിട്ടാണ് വൈബ് ചെയ്ത് നമ്മളുടെ സ്പോട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് കുട്ടികൾ മാത്രമാണ്. ഇത് പെയ്ഡ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളായിട്ടുള്ള ഒരു അടിച്ച് പൊളി ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്കാണ്. കറക്റ്റ് സ്പോട്ട് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇത് നല്ല അടിപൊളി, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വൈബ് ചെയ്യാൻ പറ്റും നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഏതായിരിക്കും? ഏതാണ്? അൽബാബ് സ്കൂൾ, സെൻട്രൽ സ്കൂൾ ആണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കൂളിൽ അപ്പോൾ ഞങ്ങൾ സ്പോട്ടിൽ എത്തിയതിന് ശേഷം ഞങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ഡാൻസ് ആയിരുന്നു അത്. അതിനുശേഷം കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത് പൂളിലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ആഹ്ലാദമാണ് തൊട്ട് മുൻപേ കേട്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പൂളിലോട്ട് രാവിലെ തന്നെ കുഞ്ഞുങ്ങളെ നനയ്ക്കാനായിട്ട് അത് കേട്ടപ്പോൾ വലിയ സുഖമായിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു നിവൃത്തിയില്ല, ഒരുപാട് സ്കൂൾ ഇതുപോലെ വരുന്നത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് എത്തിയത് കൊണ്ട് നമ്മളെയാണ് ഫസ്റ്റ് പൂളിലോട്ട് കൊണ്ടുപോയത്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ ഏത് സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ചിറ്റിലപ്പിള്ളി സ്ക്വയർ പാർക്ക് എന്നാണ് ഈ ഒരു പാർക്കിൻ്റെ പേര്. അപ്പോൾ ഇതാണ് പൂൾ ഏരിയ വരുന്നത്. ഇവിടെ നല്ല സേഫ് ആൻഡ് സെക്യൂർ ആണ് കേട്ടോ. ചെറിയ കുഞ്ഞു മക്കൾക്ക് പോലും ഈ ഒരു റൈഡിൽ കയറിയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടെ 3 ഇൻസ്ട്രക്ടേഴ്സ്, അതായത് ഗൈഡുകൾ ഉണ്ടായിരുന്നു. അവർ നല്ല സേഫായിട്ടാണ് കുഞ്ഞുങ്ങളെ ഇതിൽ കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. 2 സെപ്പറേറ്റ് പൂളുകളുണ്ട്, ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ആയിട്ടുള്ളത്. അപ്പോൾ നല്ല സൂപ്പർ സ്പോട്ടായിരുന്നു. ഇതിൽ വലിയവർക്ക്, എത്ര വലിയവർക്ക് വേണമെങ്കിലും ഇതിൽ സ്ലൈഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ സെപ്പറേറ്റ് 2 പൂളുകളുണ്ട്, ചെറിയ കുട്ടികൾക്കും വലിയ കുട്ടികൾക്കും. ചെറിയ കുട്ടികൾക്ക് അവർക്ക് അനുസരിച്ചുള്ള ഒരു വെള്ളം ഒക്കെ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂറാണ് ഇവിടെ നിൽക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ മാജിക് ഷോ അത് കാണാനാണ് പോയത് കേട്ടോ. Right. 2. 1 coin. How many coin? 1 coin. 2 coin बन जाएगा. 1 coin closer to hand. 2 coin बन जाओ. 1, 2. How many coin? 2. Only 1. कोइन को चेक करो मैम, कितना कोइन बन रहा है चेक. चलो how many कोइन? 1 और 1 2 3. How many going?
വന്നപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. കാരണം ഓരോ സ്പോട്ടിലേക്ക് പോകുമ്പോഴും ഇനി അങ്ങോട്ടാണ് എന്നുള്ള നല്ല ആകാംക്ഷയോട് കൂടിയാണ് കുട്ടികളും അതെ ടീച്ചേഴ്സും അതെ ആ ഗൈഡുകളുടെ കൂടെ മൂവ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോട് എങ്ങോട്ടാണ് പോകണമെന്നൊന്നും പറയില്ല, നമ്മൾ ജസ്റ്റ് ഓരോ സ്പോട്ട് കഴിയുമ്പോൾ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകും. ഭാഗത്തെത്തിയപ്പോൾ ഞങ്ങൾ കരുതി അയ്യോ ഇത് വേണ്ടിയിരുന്നില്ല, ഇത് നമുക്ക് ബസ്സിലായാലും കളിക്കാലോ, ഇത് ഫ്ലോപ്പായി പോയി എന്നുള്ള മൈൻഡായിരുന്നു. പക്ഷെ പാട്ട് വെച്ചപ്പോൾ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഫുൾ ഓണായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നില്ല സർപ്രൈസ് ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതൊരു മസ്റ്റ് വാച്ച് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കത് വഴിയെ കാണാം. അപ്പോഴേക്കും നമുക്ക് ലഞ്ച് ടൈമായി. അപ്പോൾ നമുക്ക് എഗ്ഗ് ബിരിയാണിയാണ് ഫുഡായിട്ട് കിട്ടിയത്. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നല്ല ഒരു ഐസ്ക്രീം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ അടുത്ത ഒരു പാർക്കിലോട്ടാണ് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ സൈക്കിളുകളൊക്കെ നമുക്ക് എടുത്ത് ഓടിക്കാം. അതുപോലെ കുട്ടികൾക്കുള്ള ചെറിയ പാർക്ക് ഏരിയ ഉണ്ട്. പിന്നെ ഒരു 4 വീലർ പോലെ ഒരു റൈഡ് ഉണ്ട്. അപ്പോൾ അതിൽ കുട്ടികളെ ഒരു ഗൈഡ് കൊണ്ടുപോകുന്നതായിരിക്കും. മുതിർന്നവർക്ക് തന്നെ റൈഡ് ചെയ്ത് പോകാം. പിന്നെ ഇവിടെ ഒരുപാട് എക്സസൈസ് ടൂൾസ് ഉണ്ട്. വേഗം വേഗം വാ. പിന്നെ
ഇവിടെ ഒരു ചെറിയൊരു സിപ്പ് ലൈൻ ആണുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാവർക്കും കയറാൻ പറ്റില്ല. ഇവിടെ ഒരു മിനിമം ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഹൈറ്റ് അനുസരിച്ചുള്ളവർക്ക് കയറാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ കുട്ടികൾ പാർക്കിൽ തകൃതിയായിട്ട് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു 1.5 hour സ്പെൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ മൂവ് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അവിടെ ഗൈഡും ആൻറ്റിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് വന്ന് ഇവിടെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ഞാൻ സിപ്പ് ലൈൻ മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അത്രയും ഹൈറ്റ് ഇത് സംഭവമല്ല, എന്നാലും ഈ ഇവിടുത്തെ ഒരു ലെവൽ വെച്ചിട്ട് ഇത് നല്ലൊരു സിപ്പ് ലൈൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റൊക്കെ കാണുമ്പോൾ പേടിയാണെങ്കിലും അത്ര വലിയ സംഭവമൊന്നുമില്ല. ഇത് സിമ്പിളായിട്ട് സിപ്പ് ലൈൻ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സിപ്പ് ലൈൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ കുട്ടികൾ അവിടുന്ന് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ അടുത്തൊരു പാർട്ടിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവിടെ ഒരു കുന്ന് പോലെയാണ്. അപ്പോൾ ചെറിയൊരു പോണ്ടും അതുപോലെ ഈ ഒരു സീനറി. അപ്പോൾ ഈ ഒരു സീനറി കാണാൻ നല്ല രസമുണ്ട്. ഇവിടുന്ന് മറ്റൊരു ഏരിയയിലേക്കാണ് മൂവ് ഓൺ ചെയ്തത്. അവിടെയും ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെയിൻബോ ഒക്കെ കാണാൻ പറ്റും. ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ്. അപ്പോൾ അത് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഈ ഒരു ഏരിയ സീനറി ആയിട്ട് സിങ്ക് ചെയ്തിട്ട് കുട്ടികൾക്ക് ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ബ്രിഡ്ജ് വഴി മുകളിലോട്ട് പോയിട്ട് നമ്മൾ താഴത്ത് തന്നെ എത്തും. പിന്നെ ഒരു പാർക്ക് ഏരിയ, ഈ ഏരിയ നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. ഇതാണ് ഫൈനലായിട്ടുള്ള ഒരു ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ കൂടി കുട്ടികൾ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട്, ഹോളോ ഹോപ്പ് ഉണ്ട്. അപ്പോൾ മ്യൂസിക്കിനൊപ്പം അവർക്ക് പ്ലേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ സ്നാക്ക് ടൈം ആയി. അപ്പോൾ നമുക്ക് നല്ലൊരു പഴംപൊരിയും ചായയാണ് കിട്ടിയത്. അതിനുശേഷം നമുക്ക് പാക്കപ്പ് ആയിരുന്നു. കുട്ടികളായിട്ട് നേരെ നമ്മൾ വണ്ടിയിലോട്ടാണ് പോയത്. അതിനുശേഷം നമ്മൾ വണ്ടിയിൽ ഫുൾ ഓൺ ആയിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടിയിൽ നന്നായി അടിച്ചു പൊളിച്ചു. തിരിച്ച് സ്കൂളിലോട്ട് ഒരു 8:30 മണിയോടുകൂടിയാണ് എത്തിയത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാലും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി കാണുന്നവരാണെങ്കിൽ മറ്റുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും